രമേശ് കുമാരനാണ്, പാലക്കാട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ രമേശ് കുമാരൻ, മറ്റൊരു സംഭവം കൂടി പറഞ്ഞാൽ, ഒരു 17കാരി വീട്ടുകാർ അമിതമായി കുട്ടി മൊബൈൽ ഉപയോഗിച്ചപ്പോൾ വീട്ടുകാർ വഴക്ക് പറയുകയും മൊബൈൽ മാറ്റിവെക്കുകയും ചെയ്തു. കുട്ടി നേരെ അകത്ത് കയറി ആത്മഹത്യക്ക് ശ്രമിച്ചു. ഭാഗ്യത്തിന് പെട്ടെന്ന് വീട്ടുകാർ പോലീസിനെ വിളിച്ചു വരുത്തി. അടുത്ത് തന്നെ പോലീസ് ഉണ്ടായിരുന്നു. അവരെത്തി ഈ കെട്ടഴിച്ചിട്ട് CPR ഒക്കെ കൊടുത്തു. എന്തായാലും കുട്ടിയെ രക്ഷപ്പെടുത്തി. ഈ സമാനമായ രീതിയിൽ കുട്ടികളെ മൊബൈൽ ഫോൺ തടഞ്ഞാൽ കുട്ടികൾ അക്രമാസക്തരായി മറ്റുള്ളവരെ ആക്രമിക്കുന്ന വാർത്തകൾ, ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നത്, കൊലപാതകത്തിന് ശ്രമിക്കുന്നതൊക്കെ വാർത്തകൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നു. എന്താണ് നമ്മുടെ കുട്ടികൾക്ക് സംഭവിക്കുന്നത്? കിരൺ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഇന്നലെ പറഞ്ഞിടത്ത് ഞാൻ തുടങ്ങുകയാണ്. അതായത് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, വയസ്സിന് മൂത്തവരെ ബഹുമാനിക്കുക, അധ്യാപകരെ ബഹുമാനിക്കുക, അതൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇല്ല. അതിനെയായിരുന്നു ഇന്നലെ നിങ്ങൾ ന്യായീകരിച്ചത്. ഇന്ന് തന്നെ ആ ഒരു സംഭവം എടുക്കേണ്ടി വന്ന ഒരു ദുരവസ്ഥ ആലോചിച്ച് നോക്ക് കേരളത്തിൽ. ഇതാണ് പ്രശ്നം. ഇത് കുട്ടികൾ, ഇത് ജൻസിയാണ്. ഈ പെൺകുട്ടിയുടെ കൂടെ വന്നിരിക്കുന്ന ആ 3 പയ്യന്മാര് ജൻസി ഗണത്തിൽ പെടും. 17 വയസ്സിൽ താഴെ, 16 17 ആണ്. അപ്പൊ ഇതാണ് കേരളത്തിന്റെ പോകുന്ന പോക്ക്. അപ്പൊ പള്ളിയിലച്ചൻ പറഞ്ഞത് വളരെ കറക്റ്റാണ്. അച്ഛനമ്മമാരെ ബഹുമാനിക്കുന്നില്ലല്ലോ. ദൈവഭയമില്ല. ദൈവഭയം വേണമെന്ന് 18 കഴിഞ്ഞിട്ട് ഇവര് സ്വന്തം ഇഷ്ടത്തിന് നടന്നോട്ടെ. ഈ ചില കുട്ടികൾ ഇങ്ങനെ ക്രിമിനൽ വാസന ഉണ്ടായി എന്ന് കരുതി എല്ലാ കുട്ടികളും പണ്ടത്തെ തലമുറയെല്ലാം നല്ലതായിരുന്നു, ഇപ്പോഴത്തെ തലമുറ ആകെ മോശമായി എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഇതേ പുതിയ തലമുറയിലെ കുട്ടികളാണ് ഡൽഹിയിൽ വലിയ സമരം, അവരുടെ രാജ്യത്തിന് വേണ്ടി, അവരുടെ ഭാവിക്ക് വേണ്ടി, രാജ്യത്തിൻ്റെ ഭാവിക്ക് വേണ്ടി അവർ വലിയ സമരങ്ങളൊക്കെ നയിക്കുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ അത്രത്തോളം ഉത്തരവാദിത്ത ബോധമുള്ള, അല്ലെങ്കിൽ അത്രത്തോളം രാജ്യത്തോടും ഭാവിയോടും പ്രതിബദ്ധതയുള്ള കുട്ടികളും ഈ ജൻസിയിൽ ഉൾപ്പെടുന്നുണ്ട്. അവർ നമുക്ക് മുൻ തലമുറയ്ക്കൊക്കെ മാതൃക കാണിക്കുകയാണ്. നിങ്ങളുടെ തലമുറയ്ക്ക് ചെയ്യാൻ കഴിയാതെ പോയി ഞങ്ങൾ കാണിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എണീറ്റ് നിന്ന് കൈകൂപ്പാനോ തോന്നിപ്പോവും, അല്ലെങ്കിൽ അവർക്ക് സല്യൂട്ട് ചെയ്യാൻ തോന്നിപ്പോവും. അതിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള ആളുകൾ ഉള്ളതുകൊണ്ട് ഇവരെല്ലാവരും അച്ഛനെയും അമ്മയും അനുസരിക്കുക, അല്ലെങ്കിൽ ഗുരുവിനെ അനുസരിക്കുക. ഈ അനുസരണ കൊണ്ട് മാത്രമൊന്നും ഉണ്ടാകുന്നതൊന്നും അല്ല ഈ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ മയക്കുമരുന്നിൻ്റെ വ്യാപനം, അങ്ങനെ പല പല കാരണങ്ങളുണ്ട്. അല്ലാതെ അനുസരിക്കുന്ന കുട്ടികളെല്ലാം നല്ല കുട്ടികളാവും, അനുസരിക്കാത്തവർ മോശം കുട്ടികളാവും എന്നൊന്നും പറയാൻ കഴിയില്ല. ലോകത്തെ മാറ്റിമറിച്ചതൊന്നും അനുസരണക്കാരല്ല എന്നതുകൂടി ഓർക്കണം. അനുസരണ ആരുടേന്നാണ് പഠിക്കുന്നത്? അച്ഛനമ്മമാരുടേതും ഗുരുക്കന്മാരുടേതും അല്ലേ? അത് പഠിക്കാത്തവർ ഇങ്ങനെ വഴിതെറ്റുന്നുണ്ട്. അപ്പൊ അവരെങ്കിലും അഡ്രസ് ചെയ്യണ്ടേ? എല്ലാം ഈ ജൻസി ഗണത്തിൽപ്പെടുത്തിയിട്ട് നിങ്ങൾ എങ്ങോട്ടാണ് ഈ കേരളത്തെ കൊണ്ടുപോകുന്നത്? ഞാൻ പറഞ്ഞു, എല്ലാവരെയും ജൻസികൾ എല്ലാവരും നല്ലതാണെന്നല്ല. പക്ഷേ മുൻ തലമുറകളെ അപേക്ഷിച്ച് ജൻസി കുട്ടികൾ കൂടുതൽ പ്രതിബദ്ധതയുള്ളവരും ആ കുട്ടികൾക്ക് കൂടുതൽ സമരവീര്യവും ഒക്കെ ഉള്ള കുട്ടികളാണ്, അല്ലെങ്കിൽ അവർക്ക് വിധേയന്മാരായി നിൽക്കുന്നവരല്ല. അത് നല്ല കാര്യമാണ്, അതിനെ ഞാൻ അംഗീകരിക്കുന്നു. എനിക്ക് അതിനോട് വലിയ ബഹുമാനം തോന്നുന്നു. പക്ഷേ എന്ന് കരുതി ഇത്തരം വൃത്തികേടുകൾ കാണിക്കുന്നവരെ ഉണ്ട്, അതുകൊണ്ട് എല്ലാവരും അനുസരണക്കാരായി നിൽക്കണം എന്നൊന്നും പറയാൻ കഴിയില്ലല്ലോ. അപ്പൊ നിങ്ങൾ ഇതിനെ ഒറ്റപ്പെട്ട സംഭവമാക്കി, സ്ഥിരം ഡയലോഗ്. ഞാൻ ഒറ്റപ്പെട്ട സംഭവം എന്നല്ല പറഞ്ഞത്. ഇത് കൂടുതലായി സംഭവങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണല്ലോ നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നത്. അല്ലാതെ ഇതിനൊരു പരിഹാരം അനുസരണയാണ് എന്ന് ഞാൻ കരുതുന്നില്ല, ഞാൻ വ്യക്തിപരമായി കരുതുന്നില്ല എന്നാണ് പറഞ്ഞത്. അതന്നെ. അപ്പൊ പിന്നെ ഇതിനെന്താ പരിഹാരം? നിങ്ങൾ തന്നെ പറഞ്ഞു, നിങ്ങൾ മാധ്യമ പ്രവർത്തകരല്ലേ, അപ്പൊ നിങ്ങൾക്ക് ഒരു ഒപ്പീനിയൻ ഉണ്ടാവില്ലേ? എന്താ നിങ്ങൾ? ഞാനതാണ് പറഞ്ഞത്. ഈ പുതിയ തലമുറയിലെ ആളുകൾക്ക് ഈ മയക്കുമരുന്നിന്റെ ഉപയോഗം, ഈ കുട്ടികൾ തന്നെ മയക്കുമരുന്നിന്റെ ഉപയോഗത്തിലേക്ക് വരുന്നു. കുട്ടികൾ മൊബൈൽ ഫോൺ അഡിക്റ്റായി അവർ പൊതുസമൂഹത്തിന്റെ ധാരയിൽ നിന്ന് മാറി നിൽക്കുന്നു. സ്കൂളുകൾ ഈ പറയുന്ന പോലെ വിദ്യാർത്ഥി രാഷ്ട്രീയമോ അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പ്രവർത്തനം ഉണ്ടെങ്കിൽ അവർ അതിൽ ആക്റ്റീവ് ആവും. സ്പോർട്സ് ഉണ്ടെങ്കിൽ അതിൽ ആക്റ്റീവ് ആവും. വൈകുന്നേരം കുട്ടികളെ കൂട്ടായി കളിക്കാൻ പോകുന്ന ഇതുണ്ടായിരുന്നപ്പോൾ അങ്ങനെ കളിക്കാൻ പോയാൽ അവർ അത്തരം കാര്യങ്ങളൊക്കെ ആക്റ്റീവ് ആവും. ഇതൊന്നും ഇല്ലാത്ത ചെറുപ്രായത്തിൽ അവർക്ക് ഒരു മൊബൈലിന് മുന്നിലിരുന്ന് അവർ നോക്കുമ്പോൾ അവരവിടെ മറ്റൊരു ലോകം സൃഷ്ടിക്കുകയാണ്, അവിടെ നിൽക്കുന്നു. അതുകൊണ്ട് സ്വാഭാവികമായി അത്തരം കാര്യങ്ങളുണ്ട്. പിന്നെ മയക്കുമരുന്നിൻ്റെ ഉപയോഗം, മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്ന ആളുകളെ എവിടെ നിയന്ത്രിക്കാൻ ആർക്ക് കഴിയും? ആ മയക്കുമരുന്ന് ഉപയോഗം തടയാൻ കഴിയേണ്ട സമൂഹത്തിനാണ്. ഉത്തരവാദിത്തമുള്ളത് എനിക്ക് നിങ്ങൾക്കുമാണ്. അല്ലാതെ കുട്ടികളുടെ കുഴപ്പമല്ല അവർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത്. അവരെ മയക്കുമരുന്നിലേക്ക് തള്ളിവിടുന്നത് മുതിർന്ന തലമുറയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞത് ഇവരുടെ ആറ്റിറ്റ്യൂഡിൽ വന്ന ചേഞ്ചാണ്. ഇപ്പൊ ഇന്നലെ നിങ്ങൾ തന്നെ പറഞ്ഞു, അധ്യാപകനെതിരെ പ്രതീകാത്മക ശവസംസ്കാരം നടത്തുന്നത് ഒരു സമര രീതിയാണെന്ന് പറഞ്ഞു. ഇതൊക്കെ തന്നെയാണ് ഇതിന് കാരണം. കിരൺ, അത് മനസ്സിലാക്കൂ. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ അനുവദിക്കൂ. രാഷ്ട്രീയക്കാരുടെ കോലം കത്തിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഓക്കെ, അത് എല്ലാ കാലത്തും കണ്ടിട്ടുണ്ട്. അധ്യാപകരുടെ ശവസംസ്കാരം, പ്രതീകാത്മക ശവസംസ്കാരം ജീവിച്ചിരിക്കുന്ന മാഷ്മാരുടെ ഇത് ചെയ്യുന്നത് ഒരു സംശയം ചോദിച്ചോട്ടെ ശ്രീ രമേശ് കുമാരൻ. കേരളത്തിൽ മുഖ്യമന്ത്രിമാരായിരുന്ന പിണറായി വിജയനായാലും ഉമ്മൻചാണ്ടി ആയാലും VS അച്യുതാനന്ദനായാലും തൊട്ട് അങ്ങനെ EMS പോലുള്ള മുഖ്യമന്ത്രിമാർ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാർ ജവഹർലാൽ നെഹ്റു മുതൽ നരേന്ദ്രമോദി വരെയുള്ള ആളുകൾ, ഇവരുടെയൊക്കെ ജീവിച്ചിരുന്ന സമയത്ത് കോലം കത്തിച്ചിട്ടുണ്ട് ആളുകൾ.
എന്തായാലും അവരെക്കാൾ വലിയ ഗുരുക്കന്മാരൊന്നും അല്ലല്ലോ നമ്മളെ പഠിപ്പിക്കുന്ന, ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു അല്ലെങ്കിൽ ഒരു സ്കൂളിലെ ഇവരൊന്നും. ഇവരെക്കാൾ എത്രയോ വലിയ അറിവുകൾ ഈ ലോകത്തിന് പകർന്ന് നൽകിയവരാണ്, അല്ലെങ്കിൽ ഈ രാജ്യത്തെ നയിച്ച ആളുകളാണ് ഇവരൊക്കെ. അവരുടെയൊക്കെ കോലം കത്തിക്കാൻ കുഴപ്പമില്ല. എൻ്റെ അധ്യാപകൻ്റെ കോലം കത്തിച്ചാൽ അതൊരു കുഴപ്പമാണ്. അങ്ങനെയല്ല, കോലം കത്തിക്കാൻ തന്നെ ഒരു പ്രതീകാത്മകതയാണ്. അത് തീ മറ്റുള്ളവരുടെ ദേഹത്ത് വീഴാതെ കത്തിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അത് ഒരു പ്രതീകാത്മകമാണ്. ഒരു ശവസംസ്കാര ചടങ്ങ് നടത്തിയെങ്കിൽ, അല്ലെങ്കിൽ ഒരു മറ്റെന്തെങ്കിലും ഒരു ചടങ്ങ് നടത്തിയെങ്കിൽ അതൊരു പ്രതീകാത്മകമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ദേഹത്ത് എന്ന് ഉപദ്രവിച്ച ഒരു കാര്യം ചെയ്യരുത്. അതിനെങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു നിഷേധം എന്നൊക്കെ പറയുന്നത്? ഇത് വളരെ സങ്കടമുള്ള കാര്യമാണ്. ഇന്നലെ തന്നെ സംസാരിച്ച അതിനനുബന്ധമായിട്ടുള്ളൊരു വിഷയം ഇന്ന് നടന്നു. ആണെന്ന് അച്ഛൻ പറഞ്ഞില്ലേ, പള്ളിയിലച്ഛൻ പറഞ്ഞത് നിങ്ങൾ തലയാട്ടിയതല്ലേ? പുള്ളി പറഞ്ഞത് തന്നെയല്ലേ? ഞാൻ പറഞ്ഞതിന്റെ വേറൊരു രൂപമല്ലേ പള്ളിയിലച്ഛൻ പറഞ്ഞത്? ഇതൊക്കെ തന്നെയാണ് നിങ്ങളെപ്പോലുള്ള ഈ വിപ്ലവ മാധ്യമ തീപ്പന്തങ്ങളൊക്കെ തന്നെയാണ് ഒരു പരിധിവരെ ഇതിനൊക്കെ കാരണം. ഇതൊക്കെ കുട്ടികൾ കാണുന്നുണ്ട്. അവർക്ക് വളം വെച്ചു കൊടുക്കുന്ന വാക്കുകളാണ് ഇപ്പൊ കിരൺ ഇന്നലെയും ഇന്നും പറഞ്ഞത്. വളരെ മോശമാണ് കേട്ടോ. ഇതൊക്കെ ഇന്നലെ ഞാൻ വെളുപ്പിക്കൽ എന്ന് പറഞ്ഞു, ഞാൻ ഇന്ന് അത് ആവർത്തിക്കുന്നില്ല. ന്യൂസ് 18 ഞാൻ കടുത്ത ഒരു പ്രതിഷേധം അറിയിക്കുകയാണ്. ഇങ്ങനെയൊന്നും സംസാരിക്കും. താങ്കളുടെ പ്രതിഷേധം അറിയിക്കാൻ എല്ലാവരും ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ അഭിപ്രായങ്ങളുണ്ട്. അഭിപ്രായങ്ങൾ, സ്വന്തം മക്കൾ സമരത്തിന് പോകുമ്പോൾ ചിലപ്പോൾ വീട്ടുകാർ, രക്ഷകർത്താക്കൾ പറയും പോകരുതെന്ന് പറയും. ചിലപ്പോൾ അവർ രഹസ്യമായിട്ട് ഒളിച്ചും പാത്തുമൊക്കെ ആയിരിക്കും സമരത്തിനൊക്കെ പോകുന്നത്, മുദ്രാവാക്യം വിളിക്കുന്നതൊക്കെ. പക്ഷേ അവർ ആ മുദ്രാവാക്യം വിളിക്കുന്നതിലൂടെ അവർക്കല്ല, അവരെ ഒരു സമൂഹത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടം ഏറ്റെടുക്കുകയാണ്. അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഏറ്റെടുത്തതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ജീവിക്കാൻ കഴിയുന്നത്. സ്വാതന്ത്ര്യ സമര കാലം മുതൽ അത്തരം ഒരാളുകൾ അവരുടെ ഒന്നും അച്ഛനെ അമ്മയോടും ചോദിച്ചിട്ട് ഞാനിതിന് പങ്കെടുത്തോട്ടെ എന്ന് ചോദിച്ച് അച്ഛനോടെ അമ്മയുടെ അനുവാദത്തോടു കൂടി പോയവരൊന്നും അല്ല വിപ്ലവം നടത്തിയിട്ടുള്ളതും സമരം നടത്തിയിട്ടുള്ളതൊന്നും. അതുകൊണ്ട് എല്ലാവരും അനുസരണക്കാരായി വളരുന്ന ഒരു കാലമൊന്നും അല്ല ലോകത്തിന് വേണ്ടത്. അനുസരണ കെട്ട ആളുകൾ കൂടി വേണം. ശരി, ശ്രീ രമേശ് കുമാരൻ. നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, ശ്രീ നാരായണനാണ്, ശ്രീകണ്ഠാപുരത്ത്. ശ്രീ നാരായണൻ, ഈ ഒരു 13-കാരിയൊക്കെ ഒരു കൊലപാതകത്തിന് ആസൂത്രകയാവുക എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് 13-കാരനോ ഒക്കെ ചിലപ്പോൾ ഒരു ഇഴയ്ക്ക് എവിടെയെങ്കിലും പെട്ടുപോയി പെട്ടെന്നൊരു ദേഷ്യത്തിന് ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് ചിലപ്പോൾ മരണപ്പെട്ടു പോകും. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിരവധിയുണ്ട്. പക്ഷേ കൃത്യമായി ആസൂത്രണം ചെയ്ത് മറ്റ് 3 പേരെ വിളിച്ചു വരുത്തുന്നു, അവർ അതിക്രൂരമായി കൊലപ്പെടുത്തുന്നു, അതിൻ്റെ വീഡിയോ കാണുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇവരെല്ലാവരും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാണ് എന്നതുകൂടി പോലീസ് സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? സാർ നമസ്കാരം. സാർ നമസ്കാരം. കാരണം ഇതിൻ്റെയൊക്കെ പ്രധാന കാരണം ആ മയക്കുമരുന്ന് എന്ന അത് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ചെറിയ കുട്ടികൾ, സ്കൂൾ പഠിക്കുന്ന കുട്ടികൾ പോലും മയക്കുമരുന്നുകൾ മിഠായി രൂപത്തിലൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ അതൊക്കെ തന്നെ കൊണ്ട് തന്നെയാണ്. മറ്റ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ആദ്യമായി ഇതിനൊന്നാമതൊരു വ്യവസ്ഥയില്ല. ഒരു മയക്കുമരുന്നിന്റെ 2 ഗുളിക പിടിച്ചു കഴിഞ്ഞാൽ അത് അതിന്റെ ഡെൻസിറ്റി കുറവാന്ന് പറഞ്ഞിട്ട് വേഗം ജാമ്യം കൊടുക്കുന്ന ഒരു സ്ഥിതിയാണ് ഇവിടെ ഉള്ളത്. വിടരുത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.